തിരുവനന്തപുരം പാളയത്ത് പെട്രോൾ പമ്പിൽ പുലർച്ചെ മോഷണം 1.5 ലക്ഷം രൂപ കവർന്നെടുത്തു എന്നാണ് വിവരം. ഷെബീദ് റാവുത്തർ തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി ചേരുകയാണ്. അതിന്റെ ദൃശ്യമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നതെന്നാണ് എൻ്റെ തോന്നൽ. ഷെബീദ്, ഗുഡ് മോർണിംഗ്. 1.5 ലക്ഷം രൂപ നഷ്ടപ്പെട്ടു, അതിന്റെ വിശദാംശങ്ങൾ എന്താണ്? ഇയാൾ കവർന്നെടുത്തു എന്നാണോ സംശയം ഈ ദൃശ്യത്തിൽ കാണുന്നയാൾ? ഇത് ആരാണ് ഇത് ചെയ്തത് എന്നുള്ള, അല്ലെങ്കിൽ ആ വ്യക്തി ഇപ്പോൾ CCTV ദൃശ്യമുണ്ട്, ആരാണ് പക്ഷേ ചെയ്തതെന്നുള്ള കാര്യം അറിയില്ല. ഈ പമ്പ് എവിടെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ പാളയം ഈ കല്യാൺ സിൽക്സിനോട് ചേർന്നിട്ടുള്ള, അതായത് ഈ പാളയത്തെ രക്തസാക്ഷി മണ്ഡപത്തിനോട് അടുത്ത് പാളയം ഈ ക്രിസ്ത്യൻ പള്ളിക്കും അതുപോലെ മുസ്ലിം പള്ളിക്കും ഒക്കെ തൊട്ടടുത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഇവിടെയാണ് ഇന്ന് പുലർച്ചെ 2 മണിയോടുകൂടി ഈ കവർച്ച നടന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല ഇതൊരു പഴയ പമ്പാണ്. മാത്രമല്ല ഈ പമ്പിൽ 2 ദിവസത്തെ കളക്ഷനാണ് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം ബാങ്ക് അവധി കാരണം അവർ അത് എടുത്തിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തിരുന്നില്ല. അവിടെയാണ് ഈ കാണുന്ന ഇവരുടെ ഒരു കൊച്ചു ഓഫീസ് റൂം. ഇതൊരു പഴയ പെട്രോൾ പമ്പാണ്. അവിടുത്തെ ഒരു കൊച്ചു ഓഫീസ് റൂമാണ്. ഈ ഓഫീസ് റൂമിൽ ഈ അലമാരിക്കകത്ത് സൂക്ഷിച്ചിരുന്ന 1.5 ലക്ഷം രൂപയാണ് ഇവിടെ ഒരാൾ വന്ന് ഈ ഓഫീസിനകത്തേക്ക് കയറിയ ദൃശ്യം നമുക്ക് കാണാൻ സാധിക്കും. ഒരു സൈഡ് ബാഗ് ഒക്കെ തൂക്കിയ ഒരാളാണ്. അയാൾ വന്ന് ഇവിടെ നിന്ന് 1.5 ലക്ഷം രൂപ കവർന്നെടുത്തുകൊണ്ട് പോവുകയായിരുന്നു എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ ഇതിന്റെ പരാതിയും അതേപോലെ തന്നെ ഈ ജീവനക്കാരടക്കമുള്ള ആളുകൾ പറയുകയും ചെയ്യുന്ന ഒരു കാര്യം. മാത്രമല്ല ഇതിൽ ഏറ്റവും പ്രധാനം ഇപ്പോൾ മ്യൂസിയം പോലീസ് ഇക്കാര്യത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇയാളെ ദൃശ്യങ്ങളിൽ കാണുന്ന ആളെ ഇവിടെ ആർക്കും, അതായത് ജീവനക്കാർക്കടക്കമുള്ള ആളുകൾക്ക് പരിചയമില്ല. ഇപ്പോൾ ഈ പെട്രോൾ പമ്പിലെ ഒരു ജീവനക്കാരൻ നമ്മളോടൊപ്പം ചേരുകയാണ്. ചേട്ടാ, ഈ നമ്മൾ ഈ CCTV കാണുന്ന ആളെ നമുക്ക് പരിചയമുണ്ടോ? നമ്മൾ കണ്ടിട്ടുണ്ട്? പരിചയമില്ല. ഇവിടെ ആ സമയത്ത് ആരായിരുന്നു ഉണ്ടായിരുന്നത്? ഇവിടെ നമ്മൾ പൂട്ടിയിട്ട് പോകും. നമ്മൾ പൂട്ടിയിട്ടാണ് പോകും. 10 മണി 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന പമ്പല്ല. 10 മണിക്ക് പൂട്ടിയിട്ട് 11 മണിയാവും. കണക്കാനെ ക്ലോസ് വെച്ചിട്ടേ പോവുള്ളൂ. ശനി ഞായർ ബാങ്ക് അവധി ആയതുകൊണ്ട് പൈസ അടയ്ക്കാൻ പറ്റിയില്ല. അപ്പം ഇന്ന് രാവിലെ അടയ്ക്കാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. നല്ല ലോക്കായിരുന്നല്ലോ അല്ലേ? അത് തകർത്തിട്ടാണോ? അത് ചെറിയ ഇതാണ്. അത് ഇപ്പം തുറന്ന് എല്ലാം എടുത്തിട്ട് അതേപോലെ പൂട്ടിയിട്ട് പോയി. തിരക്കുള്ളൊരു സ്ഥലമാണല്ലോ ഇവിടെ. ഈ പറയുന്ന ബീറ്റ് പോലീസിംഗ് ഒന്നും നടക്കുന്നില്ല. അപ്പം അവിടെ ഉണ്ട്, പക്ഷെ അത് അവർ ഇന്നലെ ഒന്നും ഒപ്പിട്ടിട്ടില്ല. ഇല്ല, അതാണ് നോക്കിയത്. അവർ പോലീസിന് അന്വേഷണം എങ്ങനെയാണ് നടക്കുന്നത്? അവർ പറഞ്ഞ് കുഴപ്പമില്ല, ഞങ്ങൾ പറഞ്ഞ ആളിനെ കൈ ഇവിടെ പിടിക്കാമെന്ന് പറഞ്ഞിട്ട് പോയിരിക്കുകയാണ്. ആളിനെ അറിയാം, ആളിനല്ല നമുക്ക് വണ്ടി നമ്പർ വെച്ച് പിടിക്കാം. അവിടെ നിന്നാണ് ഓട്ടോ കയറി പോയത്. ഓക്കെ, അപ്പോൾ ഏതായാലും ജീവനക്കാരനായ ചേട്ടാണ് പറഞ്ഞത്. ചേട്ടൻ പറഞ്ഞ കാര്യം നമുക്കറിയാം. അതായത് ഈ ബാങ്കിൽ അടയ്ക്കാനുള്ള പണമായിരുന്നു. അത് പക്ഷേ 2 ദിവസം ബാങ്ക് അവധി ആയതുകൊണ്ട് അടച്ചില്ല. അതാണ് ഇവിടെ ആരുമില്ലായിരുന്നു. 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന ഒരു പമ്പല്ല, അതുകൊണ്ട് തന്നെ ആളുകൾ ഉണ്ടായിരുന്നില്ല. അവിടെയാണ് ഇന്ന് പുലർച്ചെ ഈ മോഷണം നടക്കുന്നത്. അവിടെയും ഒരു ചോദ്യം എന്ന് പറയുന്നത് തിരുവനന്തപുരം നഗരത്തിന്റെ ഏറ്റവും ഹൃദയഭാഗമാണ്. നിയമസഭ ഇവിടെ നിന്ന് നമുക്ക് കണ്ണിൽ ഏതാണ്ട് 50 മീറ്റർ മാത്രമാണ് ദൂരം ഉള്ളത്. അവിടെയാണ് ഈ രീതിയിലൊരു കവർച്ച നടന്നത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് സ്വാഭാവികമായും വലിയ തിരക്കുകളിലാണ് പോലീസുകാർ. പക്ഷേ നഗരത്തിലെങ്കിലും കൃത്യമായി ബീറ്റ് അല്ലെങ്കിൽ പോലീസിന്റെ ബീറ്റിംഗ് നടക്കുന്നില്ല എന്നുള്ളത് നമുക്ക് ഈ സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ഏതായാലും വളരെ വേഗം ഇയാളെ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് മ്യൂസിയം പോലീസ് അറിയിച്ചിരിക്കുന്ന കാര്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.